أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وعنت الوجوه للحي القيوم وقد خاب من حمل ظلما ومن يعمل من الصالحات وهو مؤمن فلا يخاف ظلما ولا هضما صدق الله العظيم. സൂറത്തു ത്വാഹ 111-12. വഅനത്തിൽ വുജൂഹു അനത്ത് വിധേയമായി അല്ലെങ്കിൽ കുനിഞ്ഞു കീഴ്പ്പെട്ടു എന്നൊക്കെയാണ് അർത്ഥം. അൽ വുജൂഹു മുഖങ്ങൾ, ഒന്നുകിൽ സകല മുഖങ്ങളും അല്ലെങ്കിൽ ആ മുഖങ്ങൾ എന്നർത്ഥം. ലിൽ ഹയ്യിൽ ഖയ്യൂം, ലിൽ ഹയ്യ് എന്നും ജീവിച്ചിരിക്കുന്നവന്, അൽ ഖയ്യൂം എല്ലാം നിയന്ത്രിക്കുന്നവനും. വഖദ് ഖാബ പരാജയപ്പെടുകയും ചെയ്തു, മൻ ഹമല വഹിച്ചവൻ, ളുൽമ അക്രമത്തെ. വമൻ യഅമൽ ആര് പ്രവർത്തിച്ചുവോ, മിനസ്സാലിഹാത്തി സൽക്കർമ്മങ്ങളായിട്ടുള്ളത്, വഹുവ മുഅ്മിനുൻ അവൻ വിശ്വാസിയായ അവസ്ഥയിൽ, ഫലാ യഖാഫു അപ്പോൾ അവൻ ഭയപ്പെടുകയില്ല, ളുൽമ ഒരു അനീതിയും, വലാ ഹളുമ ഒരു കുറവ് വരലും. പരലോകത്ത് ഉള്ള അവസ്ഥയാണ് ഈ പറയുന്നത്. സൂറിൽ ഊതപ്പെട്ടാൽ എല്ലാവരും ഖബറിങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് വിളിക്കുന്നവൻ്റെ പിന്നാലെ അള്ളാഹുവിലേക്ക് പോകും. എല്ലാവരും സൈലൻ്റ് ആയിരിക്കും. കാല് നിലത്തുരയുന്ന ശബ്ദങ്ങൾ, ഹംസ് മാത്രമേ കേൾക്കുകയുള്ളൂ. അന്ന് ആർക്കും ഒരു റെക്കമെൻഡ് കൊണ്ടും, അള്ളാഹുവിൻ്റെ പ്രീതിയില്ലാത്ത, അനുമതിയില്ലാത്ത ഒരു റെക്കമെൻഡ് കൊണ്ടും രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹു എല്ലാം അറിയുന്നവനാണ്, വരാൻ പോകുന്നതും കഴിഞ്ഞു പോയതും. ഇത്രയുമാണ് പറഞ്ഞത്. അന്നത്തെ അവസ്ഥ പറയുകയാണ്. വഖദ് അനത്തിൽ വുജൂഹു ലിൽ ഹയ്യിൽ ഖയ്യൂം, സർവമുഖങ്ങളും ഹയ്യുൽ ഖയ്യൂമിന് കീഴ്പ്പെട്ടു. മുഖങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ആളുകളെയാണ്, സർവരും. രണ്ട് വ്യാഖ്യാനങ്ങളുണ്ട്. ഒന്ന് അൽ വുജൂഹ്. അൽ വുജൂഹ് എന്ന് പറഞ്ഞാൽ മുകളിൽ പരലോക നിഷേധികളെക്കുറിച്ച് പറയുന്നുണ്ട്. അവരുടെ ചോദ്യങ്ങളും, പർവ്വതങ്ങളെക്കുറിച്ച് ചോദിച്ച ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ, അവർ ദുനിയാവിൽ വലിയ പുള്ളികളായിരുന്നു. പക്ഷേ അവർ അവിടെ എത്തിയപ്പോൾ മഹ്ശറിൽ ഒരുമിച്ച് കൂടാൻ വിളിക്കുന്നവൻ്റെ പിന്നാലെ അച്ചടക്കത്തോടെ പോകുമെന്ന് മാത്രമല്ല, അവരൊക്കെ പടച്ച തമ്പുരാന് സർവാത്മന കീഴ്പ്പെട്ടു. ഒരു പ്രതിഷേധമില്ല, ഒരു കുതറിയോട്ടമില്ല, ഒരു നിഷേധമില്ല, ഒരു വിസമ്മതമില്ല, അതിനൊന്നും യാതൊരു വഴിയുമില്ല. അങ്ങനെ എല്ലാവരും കീഴ്പ്പെട്ട് കഴിഞ്ഞു എന്നാണ് ഒരു വ്യാഖ്യാനം. ഇമാം സമഖ്ശരി ഒക്കെ അങ്ങനെയാണ് അതിനെ വ്യാഖ്യാനിച്ചിട്ടുള്ളത്. എന്നാൽ പ്രബലമായ അതിൻ്റെ വ്യാഖ്യാനം, സകലരും, ആരോ ചിലരല്ല, നിഷേധികളും വിശ്വാസികളുമായ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളും അള്ളാഹുവിന് കീഴ്പ്പെട്ടു എന്നാണ്. അൽ വുജൂഹ് അഥവാ സർവമുഖങ്ങളും അഥവാ സർവ വ്യക്തികളും എന്നാണ് മുഖത്തിനെ പറയുന്നത്. മുഖത്തിനെ പറയുന്നത് മനുഷ്യൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവയവം അതായതുകൊണ്ട് മാത്രമാണ്. അഥവാ നമ്മൾ ഒരാളെ തിരിച്ചറിയാൻ നമ്മൾ അയാളുടെ ശരീരത്തിലെ മുഖമാണല്ലോ ഉപയോഗിക്കുക. എന്നതുപോലെ
മുഖത്തിന് പ്രാധാന്യം നൽകി പറഞ്ഞതാണ്. സൃഷ്ടികൾ അല്ലെങ്കിൽ ആളുകൾ എന്നൊക്കെയാണ് ഉദ്ദേശ്യം. ആ കീഴ്പ്പെട്ടിരിക്കുന്നത് അൽ ഹയ്യും അൽ ഖയ്യൂമുമായവനാണ്. അൽ ഹയ്യ് എന്നും ജീവിച്ചിരിക്കുന്നവൻ, അഥവാ ജീവിക്കാത്ത ഒരു കാലം കഴിഞ്ഞുപോയിട്ടില്ല, വരാനുമിരിക്കുന്നില്ല. ഇങ്ങനെയുള്ളവന് കീഴ്പ്പെട്ടിരിക്കുന്നു അവർ. ഇപ്പോഴും ഹയ്യുൽ ഖയ്യൂമുണ്ട്, പക്ഷേ അവർ കീഴ്പ്പെട്ടിരിക്കുന്നത് പലപ്പോഴും നശിച്ചു പോകുന്ന, അവർ തന്നെ ഉണ്ടാക്കി വെച്ച ജയന്തിയും സമാധിയുമൊക്കെയുള്ള ദൈവങ്ങൾക്കാണ്. അവരെ ദൈവങ്ങളാക്കിയിരിക്കുകയാണ്. അല്ലെങ്കിൽ സ്വന്തം താല്പര്യങ്ങൾക്ക് തന്നെയാണ്, പക്ഷേ അതൊക്കെ നശിച്ചു പോകും. കുല്ലുമൻ അലൈഹ ഫാൻ, എല്ലാം നശിച്ചു പോകുന്നതാണ്. അള്ളാഹു മാത്രമാണ് ബാക്കിയാക്കുക. അങ്ങനെ അവൻ മാത്രം ബാക്കിയുള്ള അവസ്ഥയിൽ ആണ് ഇവർ എഴുന്നേൽപ്പിക്കപ്പെടുന്നത്. അഥവാ എല്ലാവരും മരിപ്പിക്കപ്പെട്ടിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, ജീവിച്ചിരിക്കുന്നതായി അള്ളാഹു മാത്രം ബാക്കിയുള്ള ഒരു ദിവസമുണ്ടാകും. അന്ന് അള്ളാഹു തആല വിളിച്ചു ചോദിക്കും, വിളിച്ചു പറയും, അനൽ മലിക് ഐന മുലൂക്കുൽ അർളി ഐനൽ ജബ്ബാറൂൻ ഐനൽ മുതകബ്ബിറൂൻ. ഞാനാണ് അധികാരി, എവിടെ ഭൂമിയിലെ സ്വേച്ഛാധിപതികളും രാജാക്കന്മാരും? ആരുമുണ്ടാകുകയില്ല മറുപടി പറയാൻ. ആ ചോദ്യം അങ്ങനെ പ്രപഞ്ചത്തിൽ അലയടിക്കുകയാണ്. അതിൻ്റെ ശേഷമാണ് ഈ മനുഷ്യർ എഴുന്നേൽക്കുന്നത്. എന്നിട്ടവർ ആ മരിക്കാതിരുന്ന, ഇനിയും മരിക്കാതിരിക്കുന്ന, എന്നുമുള്ളവനായ അൽ ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുക എന്നൊരവസ്ഥയ്ക്ക് ഒരു മാറ്റവും വരാത്ത അള്ളാഹുവിൻ്റെ വിശേഷണമാണ്. ബാക്കി നമ്മളൊക്കെ ഹയ്യാണെന്ന് പറഞ്ഞാൽ അത് താൽക്കാലികമാണ്. കുറച്ച് നമ്മൾ മുമ്പ് മരിച്ചവരായിരുന്നു, വീണ്ടും ജീവിക്കുന്നവരാണ് ഇപ്പോൾ, കുറച്ച് കഴിഞ്ഞാൽ വീണ്ടും മരിച്ചവരാകും. എന്നാൽ അള്ളാഹു അവൻ എന്നും ഹയ്യാണ്. അങ്ങനെയുള്ള ഹയ്യിന് കീഴ്പ്പെട്ടു പരലോക നിഷേധികളും പരലോക വിശ്വാസികളുമായ ആളുകൾ. അവൻ്റെ മറ്റൊരു വിശേഷണം ഖയ്യൂമാണ്. കാമയിൽ നിന്നുള്ള വാക്കാണ്. കാമ നിന്നു, ഖായിമ് നിൽക്കുന്നവൻ. ആ നിൽക്കുക എന്ന് പറയുന്ന പരിപാടി കുറച്ച് വിശാലമായ അർത്ഥത്തിൽ നന്നായി ചെയ്യുന്നവെന്നാണ് വാക്കിൻ്റെ അർത്ഥം. നമ്മുടെ സെക്രട്ടറി, അതിന് ഖയ്യിമ് എന്ന് പറയും അറബിയിലും. അഥവാ എല്ലാ കാര്യങ്ങളും നോക്കി നടത്തുന്നതും നിയന്ത്രിക്കുന്നതുമൊക്കെ അയാളായിരിക്കും. തീരുമാനമെടുക്കാനും കൂടിയാലോചിക്കാനും ഒക്കെ ഒരുപാട് ആളുകൾ ഉണ്ടാകും, പക്ഷേ നടപ്പിലാക്കുന്നത് ഖയ്യിമായിരിക്കും. അതിൻ്റെ വികസിത രൂപമാണ് ഖയ്യൂം എന്ന് പറയുന്നത്. അഥവാ എല്ലാം അവൻ്റെ നിയന്ത്രണത്തിലാണ്. യൗമ ലാ തംലിക്കു നഫ്സുൻ ലി നഫ്സിൻ ഷൈഅ വൽ അംറു യൗമഇദിൻ ലില്ലാഹ്. ഒരാൾക്കും ഒരു നിയന്ത്രണവുമില്ല, ഒരു അധികാരവുമില്ല, ഒരു സ്വാധീനവുമില്ല. അതൊന്നും നടക്കാത്ത, എന്നാൽ എല്ലാം നിയന്ത്രിക്കുന്നവൻ. നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കലും നിയന്ത്രിക്കലും എല്ലാം ആ ഖയ്യൂം എന്ന് പറഞ്ഞതിൽ പെട്ടുന്നുണ്ട്. ആട്ടിടയൻ ആടുകളെ അവൻ വിളിക്കുന്നിടത്തേക്ക് തെളിച്ചു കൊണ്ടുപോകും, അല്ലാതെ ആടുകൾക്ക് സ്വന്തമായി ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാൽ അതുപോലെ നിയന്ത്രണം മാത്രമല്ല, ഒരു ഹിഫ്ളും, അവരെ വേറെ ആരും ചെന്നായെയും ഒന്നും പിടിക്കാതെ സംരക്ഷിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള ആള് ഇടയനായിട്ട് കൂടെ തന്നെ ഉണ്ടാകും. എന്നതുപോലെ പ്രപഞ്ചത്തിലെ അള്ളാഹുവിൻ്റെ മുഴുവൻ സൃഷ്ടികളുടെയും ഖയ്യൂമാണ് അള്ളാഹു തആല. അവർ എന്ത് ചെയ്യണം, എപ്പോൾ ജനിക്കണം, എത്ര കാലം ജീവിക്കണം, എപ്പോൾ മരിക്കണം, എത്ര ശക്തനാണ് ഞാൻ എന്ന് അവകാശപ്പെടുന്ന മനുഷ്യനും ഇതിലൊന്നും ഒരു നിയന്ത്രണവുമില്ല. എനിക്ക് തോന്നിയതുപോലെ നടക്കും ഞാൻ എന്നൊക്കെ അവകാശപ്പെടുന്ന ആളുകളുണ്ട്. എത്ര കാലം എന്ന് പോലും ആ വാചകം മുഴുവനാക്കാൻ പോലും അവൻ ജീവിച്ചിരിക്കണമെന്നില്ല. ഇങ്ങനെ അവരെ സകല നിയന്ത്രണം അള്ളാഹുവിൻ്റെ നിയന്ത്രണത്തിലാണ്. അതാണ് ഖയ്യൂമിൻ്റെ ഒരു വശം.
രണ്ടാമത്തെ ഒരു വശം, ഈ മനുഷ്യൻ ഇത്രകാലം ഇവിടെ ജീവിച്ചത് നിലനിന്നത് വേറെ ആരും അവനെ നശിപ്പിക്കാത്തത് കൊണ്ടുകൂടിയാണ്. പ്രകൃതിയിലെ അള്ളാഹു തീരുമാനിക്കാത്ത ഏതോ പ്രതിഭാസമോ ഏതോ ശക്തിയോ വ്യക്തിയോ അവൻ തീരുമാനിക്കുന്നതിൻ്റെ മുമ്പ് ഇവരെ നശിപ്പിക്കുകയില്ല. ഇത് വ്യക്തിക്ക് മാത്രമല്ല, പ്രപഞ്ചത്തിനും ബാധകമാണ്. അള്ളാഹു രാവാക്കാൻ തീരുമാനിച്ച സമയത്ത് വേറെ ഏതോ നക്ഷത്രം വന്ന് പകലാക്കാൻ തീരുമാനിച്ചപ്പോൾ സൂര്യനെ മറച്ച് രാവാക്കുക. അങ്ങനെ അള്ളാഹുവിൻ്റെ കണക്ക് കൂട്ടലിൻ്റെ അപ്പുറത്ത് ഒന്നും സംഭവിക്കുകയില്ല. ഇങ്ങനെ വളരെ വിശാലമായ അർത്ഥതലങ്ങളുള്ള വാക്കാണ് ഖയ്യൂം എന്ന് പറയുന്നത്. അങ്ങനെ പ്രപഞ്ചത്തിൻ്റെ എന്നുമുള്ളവനും എന്നും എല്ലാം നിയന്ത്രിക്കുന്നവനും എന്ന് പരിഭാഷപ്പെടുത്താം. അവന് സകലരും കീഴ്പ്പെട്ട് കഴിഞ്ഞു. ലോകാവസാനം രണ്ടാമത് ജീവിക്കുന്ന പരലോകത്തിൻ്റെ തുടക്കത്തിലെ അവസ്ഥയാണ്. വഖദ് ഖാബ മൻ ഹമല ളുൽമ, ളുൽമ് പേറിയവൻ പരാജയപ്പെടുകയും ചെയ്തു. ളുൽമ് പേറിയവൻ എന്ന് പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആയത്തിന്റെ വിശദീകരണം എന്നോണം പഠിപ്പിച്ചു തന്നത് മുഫസ്സിറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇയ്യാക്കും വൽ-ളുൽമ ഫഇന്നൽ ളുൽമ ളുലുമാത്തു യൗമൽ ഖിയാമ. നിങ്ങൾ ളുൽമിനെ സൂക്ഷിക്കണം. കാരണം ളുൽമ് അന്ത്യനാളിലെ ഇരുട്ടാണ് എന്ന്. ഏതക്രമവും അനീതിയും ഒക്കെ വഹിച്ചവൻ എന്നാണ്. പിന്നെ മുഫസ്സിറുകളിൽ ചിലർ ഇവിടെ ളുൽമ് കൊണ്ട് ഉദ്ദേശിച്ചത് ഷിർക്ക് ആണ്, അള്ളാഹുവിൽ പങ്കു ചേർക്കലാണ് എന്ന് വിശദീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകമോചനത്തെക്കുറിച്ച് പഠിപ്പിച്ച ഹദീസിൽ നരകത്തിൽ നിന്ന് അണുവോളം ഈമാനുള്ളവർ ഒക്കെ കുറേ കാലം കഴിയുമ്പോഴെങ്കിലും രക്ഷപ്പെടും. പക്ഷേ ഷിർക്ക് ചെയ്തവൻ ഒരു കാലത്തും നരകത്തിൽ നിന്ന് കയറ്റപ്പെടുകയില്ല. അവനാണ് ആത്യന്തികമായി സമ്പൂർണ്ണ പരാജയം സിദ്ധിച്ചത് എന്നാണ് അപ്പോൾ പറഞ്ഞതിൻ്റെ അർത്ഥം. വഖദ് ഖാബ മൻ ഹമല ളുൽമ, ളുൽമ് വഹിച്ചവൻ. ളുൽമ് വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താ? അവൻ്റെ പാപഭാരവുമായിട്ടാണ് അവൻ പരലോകത്ത് വരിക. ലാ തസിറു വാസിറത്തുൻ വിസറ ഉഖ്റ, സൂറത്തുൽ ഇസ്രായിൽ നമ്മൾ പഠിച്ചതാണ്. മറ്റൊരാളും ഭാരം ചുമക്കുകയില്ല. അപ്പം അങ്ങനെ തൻ്റെ പ്രവർത്തനങ്ങളുടെ ഭാണ്ഡത്തിൽ ഷിർക്കുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അക്രമമുണ്ടെങ്കിൽ, അനീതി ഉണ്ടെങ്കിൽ, അവരൊക്കെ പരാജയപ്പെട്ട് നാശമടഞ്ഞിരിക്കുന്ന അവസ്ഥയാണുള്ളത് അന്ന് എന്ന് പറഞ്ഞു വെക്കുകയാണ്. എന്നാൽ നേരെ തിരിച്ച്, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, രണ്ട് വ്യാഖ്യാനമുണ്ട്. പ്രബലമായത് നല്ല ആളുകളും ചീത്ത ആളുകളുമൊക്കെയായ മുഴുവൻ മനുഷ്യരും മുഴുവൻ സൃഷ്ടികളും കീഴ്പ്പെട്ടു എന്ന വ്യാഖ്യാനമാണ് പ്രബലം എന്ന് പറഞ്ഞല്ലോ. അതിൻ്റെ അടിസ്ഥാനം ഇതാണ്. ഒന്ന്, ളുൽമ് ചെയ്തവൻ പരാജയപ്പെട്ടു, എന്നാൽ നല്ലത് ചെയ്തവനോ അവനും കീഴ്പ്പെട്ടിരിക്കുന്നു. വമൻ യഅമൽ മിനസ്സാലിഹാത്തി വഹുവ മുഅ്മിനുൻ, മുഅ്മിനായ അവസ്ഥയിൽ നല്ലത് ചെയ്തവനും കീഴ്പ്പെട്ടിരിക്കുന്നു. ഫലാ യഖാഫു ളുൽമൻ വലാ ഹളുമ, പക്ഷേ അവൻ അവിടെ അനീതി ഭയപ്പെടേണ്ടതില്ല. വിശ്വാസിയും നിഷേധിയും അള്ളാഹ്ക്ക് കീഴ്പ്പെട്ടിരിക്കുന്നു. മലക്കുകൾ വരെ അള്ളാഹ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, യൗമ യഖൂമുർ റൂഹു വൽ മലായിക്കത്തു സഫ ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. ജിബ്രീൽ അലൈഹിസ്സലാമിന് പോലും അനുമതിയില്ലാതെ മിണ്ടാൻ അവസരമില്ല. പക്ഷേ വിശ്വാസികൾക്ക്, വിശ്വസിക്കുകയും നല്ലത് പ്രവർത്തിക്കുകയും ചെയ്ത ആളുകൾക്ക് ഒരു സമാധാനമുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ അവർ ഒട്ടും അനീതി ചെയ്യപ്പെടുകയില്ല. അഥവാ അവരുടെ ഒരു അവകാശങ്ങളും നിഷേധിക്കപ്പെടുകയോ അവരുടെ ഒരു നന്മയും പരിഗണിക്കപ്പെടാതെ പോകുകയോ ഇല്ല. വലാ ഹളുമ, ഹളുമുമില്ല എന്ന് പറഞ്ഞാൽ, ഹളുമ് അസ്ലി വാക്കിൻ്റെ അർത്ഥം ദഹനം എന്നാണ്. നമ്മൾ തിന്ന് വയറ്റിലേക്ക് നിറച്ചു വെച്ച സാധനം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ അല്പാൽപമായി പിന്നെ ദഹിച്ച് ഇല്ലാതെയായി വീണ്ടും വയറ് കാലിയായി വിശക്കാൻ തുടങ്ങുക, അതാണ് ഹളുമ്. ഇതുപോലെ പ്രവർത്തനങ്ങൾ ജീവിച്ച കാലത്ത് ഒരുപാട് നന്മകൾ ചെയ്തതാണ്. പക്ഷേ കുറേ കാലം കഴിഞ്ഞിട്ടല്ലേ ഇതിൻ്റെ കണക്ക് പരിശോധിക്കുന്നത്. അപ്പോഴേക്ക് അതിൽ പലതും ദ്രവിച്ചു പോയിരിക്കുന്നു, പലതും കുറഞ്ഞു പോയിരിക്കുന്നു, നശിച്ചു പോയിരിക്കുന്നു. അങ്ങനെയൊന്നും സംഭവിക്കുകയില്ല. ഇവിടെ ചെയ്തതെല്ലാം ഫമൻ യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ വമൻ യഅമൽ
മിസ്കാല ദർറത്തിൻ ശർറൻ യറ. അണുവോളം നന്മയുണ്ടെങ്കിൽ അത് കാണും, അണുവോളം തിന്മയുണ്ടെങ്കിൽ അതും കാണും എന്നാണ്. ഇവിടെ ഉദ്ദേശ്യം നന്മയിൽ നിന്ന് ഒന്നും കുറഞ്ഞു പോകുകയില്ല. ഇന്നല്ലാഹ ലാ യുളിഉ അമല ആമിലിൻ മിൻകും മിൻ ദക്കരിൻ ഔ ഉൻസാ വഹുവ മുഅ്മിനുൻ. ഒരാളുടെയും ആണിൻ്റെയും പെണ്ണിൻ്റെയും ഒരമലും അല്ലാഹു തആല പാഴാക്കി കളയുകയില്ല എന്നൊക്കെ പലതവണ പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞത് കാണാൻ കഴിയും. മൻ യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിനുൻ എന്നാണ്. ആ വാവുൽ ഹാലാണ് വഹുവ മുഅ്മിനുൻ എന്ന് പറയുന്ന വഹുവ എന്ന് തുടങ്ങുന്ന വാവ്. അഥവാ നന്മകൾ പ്രവർത്തിക്കുന്നവൻ വിശ്വാസിയാണ് എന്നല്ല, വിശ്വാസി ആയിരിക്കെ നന്മകൾ പ്രവർത്തിക്കുന്നവൻ എന്നാണ്. അഥവാ വിശ്വാസിയല്ലാത്തയാൾ പാരമ്പര്യത്തിൻ്റെ പേരിൽ, ശീലത്തിൻ്റെ പേരിൽ, പതിവിൻ്റെ പേരിൽ ത്രില്ല് കിട്ടാൻ, പ്രശംസ ആഗ്രഹിച്ച് ആത്മസംതൃപ്തിക്ക് വേണ്ടി പോലും നന്മ ചെയ്യാറുണ്ട് എല്ലാ മനുഷ്യരും. പക്ഷേ പരലോകത്ത് പ്രതിഫലം ലഭിക്കുക അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട്, അവൻ്റെ വജ്ഹ്, അവൻ്റെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട്, പരലോകത്ത് പ്രതിഫലം കിട്ടുമെന്നും അവിടെ പരിഗണിക്കപ്പെടുമെന്നും വിശ്വസിച്ചുകൊണ്ട് ചെയ്യുന്ന നന്മകളെ അവിടെ ഉണ്ടാകുകയുള്ളൂ. അതാണ് വമൻ യഅമൽ മിനസ് സാലിഹാത്തി വഹുവ മുഅ്മിനുൻ. മുഅ്മിനായ അവസ്ഥയിൽ ആര് നന്മ ചെയ്തുവോ അവന് അവിടെ അനീതിയോ അല്ലെങ്കിൽ ഡിപ്രസിയേഷൻ, കുറച്ചിലോ അത് കുറഞ്ഞു പോകലോ അതൊന്നും ഭയപ്പെടേണ്ടതില്ല. പല സ്ഥലത്തും അല്ലാഹു തആല പറഞ്ഞ ആശയം തന്നെയാണ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ എന്നൊക്കെ പറഞ്ഞതുപോലെ. ഇങ്ങനെ ലുൽമ് ഭയപ്പെടേണ്ടതില്ല. അല്ലാത്തവനോ അതിൻ്റെ മുമ്പ് പറഞ്ഞത് അവൻ പരാജയപ്പെട്ടു. ഈ സൽക്കർമ്മങ്ങളുള്ള വിശ്വാസികൾ അവർക്ക് ഒന്നും ഭയക്കാനില്ല. അഥവാ ഗാംഭീര്യം നിറഞ്ഞ സന്ദർഭമാണ്. ആർക്കും മിണ്ടാൻ തോന്നുന്നില്ല, എല്ലാവരും മൗനത്തിലാണ്. പക്ഷേ അപ്പോഴും വിശ്വാസിക്ക് ബേജാറാകാനൊന്നുമില്ല എന്നാണ് പറഞ്ഞതിൻ്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്ത് നിർഭയരായി, പ്രതീക്ഷയുള്ളവരായി എഴുന്നേൽപ്പിക്കപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുമ്മ അല്ലിംനാ മാ യൻഫഉനാ വൻഫഅനാ ബിമാ അല്ലംതനാ റബ്ബനാ സിദ്നാ ഇൽമൻ വഫഹ്മൻ വദിഖ്ഖത്തൻ വനളറ. അല്ലാഹുമ്മ ജഅലിൽ ഖുർആന റബീഅ ഖുലൂബിനാ വനൂറ സുദൂരിനാ വജലാഅ ഹുസ്നിനാ വദഹാബ ഹമ്മിനാ വഗമ്മിനാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين. وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين.